ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തംബ്നെയിൽ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ്. കാരണം കുറേ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിലായാലും ഇൻസ്റ്റയിലായാലും വന്ന് പേഴ്സണലായി ചോദിക്കാറുണ്ട്, ചേച്ചി എങ്ങനെയാണ് തംബ്നെയിൽ ഉണ്ടാക്കാറ്, അതുപോലെ തന്നെ തംബ്നെയിൽ ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് ആപ്പ് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുക പിക്സാർട്ട് എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പിലാണ്. പിക്സാർട്ട് അല്ലാതെ രണ്ട് ആപ്പ് പറയുകയാണെങ്കിൽ ഒന്ന് ഇൻഷോട്ട് പറയും, പിന്നെ ക്യാൻവ പറയും. ക്യാൻവയിലും ഇൻഷോട്ടിലും ഉണ്ടാക്കാം. ഏറ്റവും നല്ലത് എനിക്ക് ഇത്രയും കൂടി നല്ലതായി തോന്നിയത് പിക്സാർട്ടാണ്. പിന്നെ സെക്കൻഡ് പറയുകയാണെങ്കിൽ ഇൻഷോട്ട് പറയും. ഇൻഷോട്ടുള്ളവർ ഇൻഷോട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ പിക്സാർട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ജസ്റ്റ് ഒരു സ്ക്രീൻ റെക്കോർഡർ വെച്ച് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിങ്ങനെ വായ കൊണ്ട് ആ ഓപ്ഷൻ ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡർ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാം. കുറച്ച് പേർക്കൊക്കെ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ പിക്സാർട്ട് എന്നുള്ളൊരു ആപ്പ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എങ്ങനെ കയറ്റിയെന്ന് കാട്ടിത്തരാം. അങ്ങനെ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ട് പിക്സാർട്ടിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. PIC ആണ് കേട്ടോ. PICS എന്നടിക്കുമ്പോൾ തന്നെ വരും പിക്സാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത കാരണമാണ് അവിടെ അപ്ഡേറ്റ് എന്ന് വന്ന് കിടക്കുന്നത്. ഫോണിൽ സ്പേസ് ഇല്ലാത്ത കാരണം അപ്ഡേറ്റ് ചെയ്യാതെ അവിടെ തന്നെ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത കാരണം എനിക്ക് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്സാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ. ഇന്നിപ്പോൾ സൺഡേ ആയ കാരണം വീട്ടിൽ അച്ഛനും മമ്മിയും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഇത്തിരി ലഹളടി ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ചെയ്യണ്ട. മുകളിലായിട്ട് ഞാൻ ഏറോ മാർക്കിൽ കാണിക്കണം, സ്കിപ്പ് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ കുറച്ച് പരസ്യങ്ങളൊക്കെ വരും. അതൊക്കെ ഇതുപോലെ ഇൻഡു മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വരുന്ന ഈ ഒരു ഇതിന്ന് നമ്മൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് എഡിറ്റ് എ ഫോട്ടോ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷനാണ്. അതിൽ നിന്നാണ് നമ്മൾ തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ഗാലറിയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അതിലേക്ക് പോണേക്ക് മുന്നേ ആദ്യം തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരണം. ഞാനിവിടെ ഏറോ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം കേട്ടോ. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ യെല്ലോ ആണ് കൊടുക്കുന്നത്. കൂടുതലും ഞാൻ ഈ ഒരു കളറാണ് ചൂസ് ചെയ്യാറ്. ഇത് കൊണ്ടുവന്ന ഫസ്റ്റ് തന്നെ ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ താഴെ കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ ക്രോപ്പ് ചെയ്ത് കൊടുക്കണം. എന്തിനാണ് ക്രോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ സൈസിന് അനുസരിച്ചിട്ട് ക്രോപ്പ് ചെയ്യാനാണ്. യൂട്യൂബിൻ്റെ സൈസ് 16:9 ആണ്. 3:2 ചെയ്യാം. പക്ഷെ കറക്റ്റ് സൈസ് ആണെങ്കിൽ 16:9 തന്നെ ചെയ്യണം. അപ്പോൾ ആ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് യൂട്യൂബിൻ്റെ സൈസിലേക്ക് അഡ്ജസ്റ്റ് ആയി. പിന്നെ നമ്മൾ ആഡ് എ ഫോട്ടോ എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം ഉണ്ട്. അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ പോലെ തന്നെ ഗാലറിയിലേക്കാണ് പോവുക. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോട്ടോസൊന്നും ഇല്ലാത്ത കാരണം ഇൻസ്റ്റയിൽ നിന്ന് ഞാനൊരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. ക്രോപ്പ് എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനതൊക്കെ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ചുരുക്കിയിട്ട് ചെറിയ ഒരു ഫോട്ടോ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് മുകളിലത്തെ ടിക്ക് മാർക്ക് അമർത്തുക. പിന്നീട് വരുന്ന ടിക്ക് മാർക്ക് അമർത്തരുത് കേട്ടോ. അമർത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും നമ്മൾ ആദ്യം ഇതൊക്കെ കൊണ്ടുവരേണ്ടി വരും. പിന്നെ ഈ ഒരു ഫോട്ടോയുടെ ചുറ്റോറും മതിലും ചെമ്മിരും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കളയാനായിട്ട് താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ആ ഫോട്ടോനെ സെലക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻസ് കാണാൻ സാധിക്കുള്ളൂ. ഫോട്ടോ സെലക്ട് അല്ലെങ്കിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഫോട്ടോനെ സെലക്ട് ചെയ്യുമ്പോൾ ചുറ്റോറും ഒരു ചതുരത്തിലൊരു ബോക്സ് വരും. അങ്ങനെ വരുമ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് വരും. അപ്പോൾ ഷേഡോയുടെ അപ്പുറത്ത് കട്ടൗട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ കട്ടൗട്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളെ എങ്ങനെ കട്ടൗട്ട് ചെയ്യണം താഴത്തുണ്ട്. പേഴ്സൺ, ഫേസ്, ക്ലോത്ത്, സ്കൈ. അപ്പോൾ ഞാനിവിടെ പേഴ്സൺ എന്നാണ്, അതായത് ഒരു പേഴ്സണെയാണ് കട്ടൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവർ ആ ഫ്രെയിമിലുള്ള പേഴ്സൺ ഏതാണോ ആ ഒരു പേഴ്സണെ അവർ കട്ടൗട്ട് ചെയ്തിട്ട് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് തരും. അപ്പം ഞാനാണ് ആ ഒരു പിക്കിലുണ്ടായിരുന്ന പേഴ്സൺ. അപ്പോൾ എന്നെ അവർ കട്ടൗട്ട് ചെയ്ത് തന്നു, ബാക്ക്ഗ്രൗണ്ടൊക്കെ മാച്ച് തന്നു. പിന്നെ എക്സ്ട്രാ വരുന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ തന്നെ ഇറേസ് ചെയ്ത് കൊടുക്കാം. ഇറേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മാച്ച് കൊടുക്കാം. അങ്ങനെ മാച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ മുകളിലത്തെ ടിക്ക് മാർക്ക് ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ആ ടിക്ക് മാർക്ക് അമർത്തി നേരെ നമ്മൾ വീണ്ടും പഴയ രൂപത്തിൽ തന്നെ വരും കേട്ടോ. പഴയ ഓപ്ഷൻസിലേക്ക് തന്നെ വരും. പിന്നെ വരുന്നത് കട്ടൗട്ട് കഴിഞ്ഞിട്ട് ബോർഡർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് താഴെ. ആ ഫോട്ടോനെ സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ വരുള്ളൂ കേട്ടോ. ബോർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു പിക്കിന് ചുറ്റോറും എൻ്റെ കുറേ തംബ്നെയിൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ബോർഡർ എന്നുള്ളൊരു ഇത് കൊടുത്തേക്കുന്നത് വെള്ള വര. ആ ഈ വെള്ള വരാൻ വേണ്ടിയിട്ടാണ് ബോർഡർ എന്നുള്ളൊരു ഓപ്ഷൻ. ബോർഡർ എന്നുള്ളൊരു ഓപ്ഷനിൽ പല കളറുണ്ട്. ഞാൻ വെള്ളയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. കളർ മാറ്റാം കേട്ടോ. ഈ ലൈനിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റാം. ഞാൻ വെള്ളയാണ് യൂസ് ചെയ്യാറ്. ഇത്രയും കൂടി ഒരു കാണാൻ ചന്തം വെള്ളയാന്ന് തോന്നുന്നു. അങ്ങനെ വെള്ളമാക്കി വേണ്ടാത്ത ഭാഗങ്ങൾ ഇതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ വെള്ളവര വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇറേസ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെയാണ് ഒരു പിക്ക് കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക, കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. വെള്ള വര ഇങ്ങനെയാണ് വരിക. അടുത്തത് അഡ്ജസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക, താഴെ ഷാഡോയുടെ അപ്പുറത്ത് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ഫോട്ടോയുടെ ഭംഗി ഇത്തിരി കൂടിയും കൂട്ടാൻ, അതായത് കളർ കൂട്ടാനും ക്ലാരിറ്റി കൂട്ടാനും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിന് പറ്റിയ ഒരു സെറ്റ്, അതായത് ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ആണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഫേസും ഡ്രസ്സിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അത്ര തന്നെ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ടെക്സ്റ്റ് എന്നുള്ള ഒരു ഇതെടുക്കുക, അതായത് നമുക്ക് വാചകങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ക്വാളിഫിക്കേഷൻ, അതായത് +2 തോറ്റോ ആ ഒരു തമ്മിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ ഈ ഒരു ഫോണ്ടോ അല്ലെങ്കിൽ വേറൊരു ഫോണ്ടും ഉണ്ട്. ഈ ഒരു ഫോണ്ട് ഞാൻ മലയാളം ടൈപ്പ് ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യുക, ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോണ്ടാണ് യൂസ് ചെയ്യുക. ഈ ഒരു ഫോണ്ട് യൂസ് ചെയ്തതിന് ശേഷം ആ ഫോണ്ടിന് ചുറ്റോറും വെള്ളവര വരണം എന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. T എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുക. ആ സ്ട്രോക്ക് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടെക്സ്റ്റിൻ്റെ ചുറ്റോറും വെള്ള ലൈൻ വരും. അത് നമുക്ക് എത്ര കട്ടി വേണം, എത്ര കട്ടി കുറയ്ക്കണം എന്നുള്ളതൊക്കെ ഉണ്ട്. വെള്ള വര വേണമെന്നില്ല, ഏത് വര വേണമെങ്കിലും ആക്കാം. അതായത് ചുവന്ന ലെറ്റേഴ്സ് കൊണ്ട് എഴുതിയിട്ട് നമുക്ക് ടെക്സ്റ്റിൻ്റെ, അതായത് ക്വാളിഫിക്കേഷൻ എന്നൊക്കെ അർത്ഥം ഇതുകൊണ്ടാണല്ലോ എഴുതിയേക്കുന്നത്. അത് മാറ്റാനായിട്ട് ഫോണ്ടിൻ്റെ അപ്പുറത്ത് കളർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ക്വാളിഫിക്കേഷൻ്റെ കളർ മാറ്റാം, അതായത് റെഡ് ആക്കാം, അതൊക്കെ ആക്കാം. പിന്നെ സ്ട്രോക്ക് എന്ന് പറയുന്നത് ചുറ്റോറുള്ള വരയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കുക, പറയുന്നത് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ അവിടെ താഴെ സ്റ്റിക്കർ എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഒരുപാട് സ്റ്റിക്കർ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ക്വാളിഫിക്കേഷൻ +2 തോറ്റോ എന്നുള്ളതായ കാരണം ഫെയിൽഡ് എന്നുള്ളത്, അതായത് ആൾക്കാരെ കാണുമ്പോൾ ഇത്തിരി ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഫെയിൽഡ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഫെയിൽഡ് എന്നുള്ളൊരു സ്റ്റിക്കർ സെർച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ ഒരുപാട് കണ്ടു. അതിന് എനിക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ബോർഡർ, അതിൻ്റെയൊക്കെ ബോർഡറാണ്, ടെക്സ്റ്റിൻ്റെ മാത്രം സ്ട്രോക്കാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ബോർഡർ കൊടുത്തു. പിന്നെ ഞാൻ നെക്സ്റ്റ് സാഡ് എന്നുള്ള ഒരു ഇമോജി അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ കുറേ സാഡിൻ്റെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഇമോജി ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ട് അതിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോർഡർ വെള്ളവര, ചുറ്റോറും വെള്ളവര ചെയ്യാൻ പറ്റും. ഞാനതിപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് ഭാഗത്താണോ വേണ്ടത് ആ ഭാഗത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നീക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെള്ളവര വെച്ച് കൊടുത്തിട്ടുണ്ട്, ഞാൻ മറന്നുപോയി ആ കാര്യം. അപ്പോൾ അതും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റുകളും സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ ആ ഒരു തംബ്നെയിലിനെ ആൾക്കാർ കണ്ടാൽ എങ്ങനെ ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണത്. നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഓരോന്ന് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തത് ഞാൻ ഒരു ചേച്ചി തോറ്റതാണോ എന്നാണ് ഉദ്ദേശിച്ചത്, ചേച്ചി തൊട്ടതാണോ എന്നായി പോയി. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് തോറ്റതാണോ എന്ന് തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതവിടെ ഇവിടെ ഒന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്, അതായത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ടിക്ക് മാർക്ക്, മുകളിലത്തെ ടിക്ക് മാർക്ക്, അതായത് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഫോട്ടോയും സെലക്ട് അല്ലാണ്ട് ടിക്ക് മാർക്ക് അമർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നീട് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം മുകളിൽ ഒരു ടിക്ക് മാർക്ക് ഉണ്ടല്ലോ അത് അമർത്തുക. അത് അമർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഫോട്ടോ ഒന്നും തൊടാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെയും നമ്മൾ ആദ്യം പുതിയം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ വൈറ്റ് ഇതും അതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു തംബ്നെയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ഇതിപ്പോൾ വീഡിയോ കാണുക കൂടുതലും തുടക്കക്കാരായ യൂട്യൂബേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവും ഈ ഒരു വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ശേഷം നമുക്കിത് സേവ് ചെയ്യാനായിട്ട് മുകളിൽ ഒരു ഏരോ മാർക്ക് ഉണ്ട്, മുകളിൽ നിന്ന് താഴോട്ടുള്ള ഒരു ഏരോ മാർക്ക് ഉള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിയിലേക്കാണ് വരിക. ഗാലറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണൊക്കെ മുന്നേ തന്നെ തംബ്നെയിൽ സെറ്റ് ചെയ്യണമെന്നില്ല. വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം തംബ്നെയിൽ സെറ്റ് ചെയ്താലും മതി. ശേഷം നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തംബ്നെയിൽ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു തംബ്നെയിൽ സെറ്റ് ചെയ്യുക. കുറച്ച് പേർക്കെങ്കിലും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ എത്ര പേര് കാണുമെന്ന് അറിയില്ല. എന്തായാലും കാണുന്നവർക്കൊക്കെ ഉപകാരമായി എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ.